വേദിയിലിരിക്കുന്ന സംപൂജ്യ സ്വാമി സുന്ദരാനന്ദ്ജി മഹാരാജ്, സംപൂജ്യ സ്വാമി നന്ദാത്മജാനന്ദ്ജി മഹാരാജ്, സംപൂജ്യ സ്വാമി ബ്രഹ്മപരാനന്ദ്ജി മഹാരാജ്, ഇവർക്കൊക്കെ എൻ്റെ പ്രണാമങ്ങൾ. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളെല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ വയസ്സ് 50 അപ്പോൾ 51 ആവാറായി. ഞാൻ പഠിക്കുമ്പോൾ +2 പാസ് ചെയ്തത് 91. അന്നുണ്ടായിരുന്ന ക്ലാസ് മുറിയല്ല ഇന്നത്തെ ക്ലാസ് മുറി. അത് കഴിഞ്ഞിട്ടും കുറേ കാലം രക്ഷിതാക്കളൊക്കെ അധ്യാപകരോട് ആവശ്യപ്പെട്ടത് തല്ലിയോ ചീത്ത പറഞ്ഞോ എന്ത് ചെയ്തെങ്കിലും കുട്ടീനെ നല്ലോണം പഠിപ്പിക്കണം, ഞങ്ങളുടെ മക്കളെ നല്ലോണം പഠിപ്പിക്കണം എന്നാണ്. ഇന്ന് PTA ഒക്കെ പാരൻറ്റ് ടീച്ചർ അസോസിയേഷൻ എന്നുള്ളത് മാറി പാരൻറ്റ് വേഴ്സസ് ടീച്ചർ അസോസിയേഷൻ എന്നുള്ള യുദ്ധഭൂമികളായി മാറിയിരിക്കുകയാണ്. ഒരു കുട്ടീനെ നിനക്കിത് മനസ്സിലാവുന്നില്ല, എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല എന്നൊക്കെ ചോദിച്ചാൽ തന്നെ പരാതിയുമായിട്ട് ചിലപ്പോൾ കേസുമായിട്ട് അധ്യാപകർ കുടുങ്ങുന്ന കാലമാണത്. NEP 2020 അതിനു മുമ്പ് കുറേ ചർച്ചകളുണ്ടായി രാജ്യതലത്തിൽ. അതിൽ പല ചർച്ചകളിലും ഞാനൊരു അംഗമായിരുന്നു. അത് വന്നു കഴിഞ്ഞിട്ട് ചർച്ചകളുണ്ടായി, അതിലും പല ചർച്ചകളിൽ ഞാൻ അംഗമായിരുന്നു. ഇപ്പോഴും ചർച്ചകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം അധ്യാപകനാണ്. കുട്ടിക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കണം. ആര് പഠിപ്പിച്ചു കൊടുക്കും? അധ്യാപകർ. എന്നാൽ അധ്യാപകരാണല്ലോ, മാന്ത്രികന്മാരൊന്നല്ലല്ലോ. ക്ലാസ് മുറിയിൽ കയറുമ്പോൾ തന്നെ നമ്മൾ എന്ത് സംസാരിക്കണം, എങ്ങനെ പെരുമാറണം, ഇനി ഹറാസ്മെൻറ്റിൻ്റെ കേസ് വരോ, പിന്നെ കുറച്ച് വർഷം മുമ്പ് ഒരു കാരണമില്ലാതെ പോക്സോൻ്റെ കേസ് വന്നു. ഇങ്ങനെയൊക്കെ ഗൗരവമായിട്ടുള്ള നിയമങ്ങൾ, ആ നിയമങ്ങളിൽ വരുന്ന വകുപ്പ്, അതിൻ്റെ കേസിലൊക്കെ കുടുങ്ങോ എന്നുള്ള ഭീതി കൊണ്ടാണ് ഇന്നത്തെ അധ്യാപകൻ ക്ലാസ് മുറിയിൽ കയറുന്നത്. ഇതങ്ങനെ തന്നെയാണ്. അപ്പോൾ എനിക്ക് കിട്ടിയ വിദ്യാഭ്യാസമല്ല ഇന്നത്തെ കുട്ടിക്ക് കിട്ടുന്നത്. എന്നാൽ എവല്യൂഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ആ വികാസം അനുസരിച്ച് ഇന്ന് നിങ്ങൾ ഏതെങ്കിലും ചാനൽ തുറന്നു നോക്കിയാൽ മതി, ഏതെങ്കിലും OTT പ്ലാറ്റ്ഫോം തുടങ്ങി നോക്കിയാൽ മതി, ഈ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്ന കുട്ടികൾ 5 വയസ്സ് 6 വയസ്സ് കുട്ടികൾ, എന്താണ് അവർക്ക് കഴിവ്, എന്താണ് അവരുടെ പ്രതിഭ. അപ്പോൾ അതുകൊണ്ട് നാം ക്ലാസ് മുറിയിൽ നേരിടുന്ന സാഹചര്യം വേറെയാണ്. നിയമങ്ങൾ മാറിയിരിക്കുന്നു, കുട്ടികൾ മാറിയിരിക്കുന്നു. പക്ഷേ ഇന്നും B.Ed പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്താണ്? ഹൗ ഷുഡ് യു ട്രാൻസാക്ട് എ ക്ലാസ് എന്നാണ്. ഈ ട്രാൻസാക്ട് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? വിനിമയം. എന്ന് വെച്ചാൽ നിങ്ങളവിടെ കുട്ടികൾക്ക് ആശയങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു, കണ്ടൻ്റാണ് കൊടുക്കുന്നത്. അത് ഇന്നത്തെ കുട്ടിക്ക് ആവശ്യമുണ്ടോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. എന്താ, ഉണ്ടോ എന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ തന്നെ അബദ്ധങ്ങൾ പലപ്പോഴും പറയും. അത് നിങ്ങൾക്ക് വായന ഇല്ലാത്തത് കൊണ്ടാണ്. പൊതുവെ അങ്ങനെയാണല്ലോ. B.Ed കഴിഞ്ഞാൽ പിന്നെ അത് ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷൻ അല്ല, എൻഡ് ഓഫ് എഡ്യൂക്കേഷൻ എന്നായിരിക്കണം. കുറച്ച് തിരുത്തുണ്ട്, അക്ഷരതെറ്റ് അവിടെ സംഭവിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പുസ്തകം വായിക്കുന്നില്ല. മലയാള അധ്യാപകർ മലയാള സാഹിത്യം എന്താ എന്ന് ചോദിക്കുന്നു. ഇംഗ്ലീഷ് അധ്യാപകർ ഇംഗ്ലീഷ് സാഹിത്യം എന്തായിരുന്നു എന്ന് ചോദിക്കുന്നു. അങ്ങനെ എനിക്കറിയാം. കാരണം എന്തോ ഒരു കഷ്ടകാലം, എൻ്റെ കഷ്ടകാലം 1997 മുതൽ, ഏകദേശം രാമകൃഷ്ണ മിഷനിൽ ഞാൻ ചേർന്ന സമയം മുതൽ തന്നെ വിദ്യാഭ്യാസമായിട്ടും അധ്യാപകരുമായിട്ടും പഠിപ്പിക്കുന്നതായിട്ടും അധ്യാപനമായിട്ടും ഞാൻ തുടർന്നു പോകുന്നു. ഇപ്പോൾ ഇവിടെ 120-നെക്കാളും കൂടുതൽ അധ്യാപകർ ഉണ്ട്. ഇവിടെ നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് 3 ആൾക്കാർ ഇവിടെ ഉണ്ട്. അല്ല, ഒരാൾ ഇവിടെ വേദിയിലുണ്ട്, സദസ്സിൽ 3 ആൾക്കാരുണ്ട്. 3 5 അതന്നെ 1 2 3 അല്ലേ? ഇവിടെ 4.
അപ്പോൾ കുറച്ചൊക്കെ എനിക്ക് മനസ്സിലാവും, നല്ലോണം മനസ്സിലാവും. കുറേ കാലം മുമ്പ് സോഷ്യോളജീൻ്റെ ഒരു അധ്യാപകൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ സോഷ്യോളജിസ്റ്റിൻ്റെ ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടോയെന്ന്. അപ്പോൾ അദ്ദേഹം അത് വായിച്ചിട്ടില്ല. പക്ഷേ ഉടൻ തന്നെ ഗൂഗിൾ ചെയ്ത് പറഞ്ഞു, ഇതല്ലേ സ്വാമിജി അത് എഴുതിയിരിക്കുന്നതെന്ന്. അതൊരിക്കലും അദ്ദേഹം പറഞ്ഞത് തെറ്റായിരുന്നു. പക്ഷെ അങ്ങനെയാണോ ഒരു വിദ്യാഭ്യാസം, അധ്യാപനം, അധ്യയനം എന്ന് ജീവിക്കുന്ന ആൾക്കാർ, അങ്ങനെയാണോ നമ്മുടെ സമീപനം ഉണ്ടാവേണ്ടത് എന്ന് ചോദിച്ചാൽ അല്ല. അപ്പോൾ നാം ഇന്നും കോണ്ടന്റ് ഡെലിവറിയാണ് ചിന്തിക്കുന്നത്. ആശയങ്ങൾ എങ്ങനെ അടിച്ചേൽപ്പിക്കാം എന്നാണ് ചിന്തിക്കുന്നത്. അതല്ല വേണ്ടത്. ഒരിക്കലും അത് നമ്മുടെ പാരമ്പര്യമായിരുന്നില്ല. ക്രിട്ടിക്കൽ തിങ്കിങ്, ചിന്താശേഷി വളർത്തേണ്ടതാണ് അധ്യാപകരുടെ ദൗത്യം. അതാണ് നിങ്ങളുടെ ചുമതല. എങ്ങനെ ഒരു കുട്ടി, ആ കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കുന്ന വസ്തുതകൾ, അറിവ്, അതിനെങ്ങനെ മനസ്സിലാക്കണം, അതിനെ ജീവിതത്തിൽ എങ്ങനെ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ആ ക്രിട്ടിക്കൽ തിങ്കിങ്, ആ ചിന്താശേഷി അവരിൽ ഉണർത്താൻ, ക്രിട്ടിക്കൽ തിങ്കിങ് ഇവോക്ക് ചെയ്യാനുള്ള ദൗത്യമാണ് നിങ്ങളുടേത്. അതിനാദ്യം നിങ്ങൾക്ക് ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ടാവണം. ഇപ്പം ഇവിടെ ഗ്രൂപ്പ് ഡിസ്കഷൻ വെച്ചിട്ട് ചോദിച്ചപ്പോൾ ആദ്യം പറഞ്ഞ അധ്യാപകരെന്താ പറഞ്ഞ? അധ്യാപിക പറഞ്ഞു, പാഠപുസ്തകത്തിലൂടെ ആശയങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്, അല്ലാതെ നിങ്ങളിപ്പോൾ എന്താ ചെയ്യുന്നത്? അതല്ല നിങ്ങൾ ചെയ്യേണ്ടത്. അതിലെന്താ പുതുമ? ആ സ്വാമിജി പാവം ഇത്രയും മെനക്കെട്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ അതൊരു ഉത്തരമാണോ? പിന്നെ ചില ആൾക്കാർ പറഞ്ഞു, ഞങ്ങൾ യോഗ ചെയ്യും. ഒരു അധ്യാപകൻ പറഞ്ഞു, ക്ലാസ് മുറിൻ്റെ, നിങ്ങളുടെ എയ്ഡഡ് സ്കൂളിൻ്റെ അധ്യാപകനാണോ അല്ല സർക്കാർ സ്കൂളിൻ്റെ ആണോ? നിങ്ങളല്ലേ പറഞ്ഞത് ക്ലാസ് മുറിയിൽ ആദ്യം 10 മിനിറ്റ് ധ്യാനം ചെയ്യണമെന്ന്? എയ്ഡഡ് സ്കൂളാണോ ഗവൺമെൻറ് സ്കൂളാണ്? ഞാൻ നിങ്ങളുടെ അടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾക്കിത് നാളെ തൊട്ട് ഇത് ചെയ്യാൻ പറ്റുമോ? ക്ലാസ് മുറിയിൽ ചെയ്യാറുണ്ട്. അതിന് ഒരു വിമർശനമൊന്നുമില്ല, വന്നിട്ടില്ല, രക്ഷപ്പെട്ടു, ഇരിക്കുക. പക്ഷേ ഇതിൽ പ്രായോഗിക തലമുണ്ട്, അത് പറയാതെ വയ്യ. നിങ്ങളിവിടെ വന്ന് പറഞ്ഞു, സ്വാമിജിക്കും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. സ്വാമിജിയും ഒരു സ്കൂൾ നോക്കുന്നതാണ്, കാലടിയിൽ നിങ്ങൾക്കുള്ള സ്കൂൾ നോക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ പറയാം, പക്ഷെ അത് പ്രവർത്തനത്തിൽ മാറ്റണമെങ്കിൽ അതന്നെ, വെറുതെ എഴുന്നേറ്റ് അല്ല, ഞാനിതിന് എതിരെയല്ല പറയുന്നത്. പക്ഷെ ഇത് പ്രവർത്തനത്തിലാക്കുമ്പോൾ വെറുതെ ഇവിടെ പ്രീണിപ്പിക്കാൻ വേണ്ടിയല്ല പറയേണ്ടത് ആശയങ്ങൾ. യഥാർത്ഥത്തിൽ ഇവിടെ വിവേകാനന്ദ സ്വാമികളിനെ എത്ര ആൾക്കാർ വായിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ കൈ ഉയർത്തു. എന്താ ഷെർലി ചേച്ചി വായിച്ചിട്ടില്ലേ? എന്താ രഞ്ജിത്ത് വായിച്ചിട്ടില്ലേ? എന്നാ കൈ ഉയർത്ത്. എത്ര ആൾക്കാരെ വായിച്ചിരിക്കുന്നത്? ഉത്തരം ഇവിടെ കിട്ടിയല്ലോ. ഇത്രയും ആൾക്കാർ, 50-നെക്കാളും കൂടുതൽ ആൾക്കാർ ഇരിക്കുന്ന സ്ഥലത്ത് 5 ആൾക്കാർ വിവേകാനന്ദ സ്വാമികളെ വായിച്ചിട്ടുള്ളൂ. അപ്പോൾ ആദ്യം വായിക്കണം. എനിക്കിപ്പോൾ ഓർമ്മയിൽ വരുന്നത് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞ ഒരു വാചകമാണ്, ബി ആൻഡ് മേക്ക്. ആദ്യം സ്വന്തം സ്വഭാവ രൂപീകരണം, അത് കഴിഞ്ഞിട്ടാണ് മറ്റുള്ള ആൾക്കാർ. നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ സ്വഭാവം രൂപീകരിച്ചാൽ മറ്റുള്ള ആൾക്കാർ അതിനെ അങ്ങനെ തന്നെ പിന്തുടരും, അനുസരിക്കും. നിങ്ങളുടെ സ്വഭാവം രൂപീകരിക്കപ്പെട്ടില്ലെങ്കിൽ, സ്വഭാവശുദ്ധി ഇല്ലെങ്കിൽ ആരെന്തനുസരിക്കണ? BEdൽ വേറെ ഒരു കാര്യം പഠിപ്പിച്ചു കൊടുക്കും, ക്ലാസ് കൺട്രോൾന്ന്. കൺട്രോൾ എങ്ങനെ ചെയ്യും? ശകാരിച്ചത് കൊണ്ടോ പേടിപ്പിച്ചത് കൊണ്ടോ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ LKG മുതൽ തുടങ്ങി പോസ്റ്റ് ഡോക്ടറൽ ലെവൽ വരെയും ക്ലാസ് എടുക്കുന്ന വ്യക്തിയാണ്. ഇന്നാൾ വരെ എൻ്റെ ക്ലാസ്സിൽ ഒരു കുട്ടി പോലും, ഇപ്പോൾ ക്ലാസ്സിൻ്റെ സ്ട്രെങ്ത്ത് ചിലപ്പം 10 ആയിരിക്കും, ചിലപ്പോൾ 100 ആയിരിക്കും. ഞാൻ എടുത്ത ക്ലാസ്സിൻ്റെ മാക്സിമം സ്ട്രെങ്ത്ത് 450 എന്തോ ആയിരുന്നു. ഒരു കൊച്ചു പോലും അറ്റൻഷൻ ഡിസ്ട്രാക്ട് ആയിട്ടില്ല, ഒരു കുട്ടി പോലും. പിന്നെ ഞാൻ എടുത്ത ക്ലാസ്സൊക്കെ എവിടെയാണെന്നറിയോ? ഈ കാവി വസ്ത്രമൊക്കെ ഉടുത്ത് ജാദവ്പൂർ യൂണിവേഴ്സിറ്റി, വെസ്റ്റ് ബംഗാളിൻ്റെ കൊൽക്കത്തേൻ്റെ JNU എന്നറിയപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഇന്ത്യ ഗോ ബാക്ക് എന്ന് എഴുതിയപ്പോൾ അവിടെയും അവരെഴുതി. അങ്ങനെ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്യുമ്പോൾ, മറ്റ് ക്ലാസ് എടുക്കുമ്പോൾ മറ്റ് വിഭാഗങ്ങളിൽ നിന്ന് വന്ന് അവർ ക്ലാസ് അറ്റൻഡ് ചെയ്യുമായിരുന്നു. അവർ ഒരു വലതുപക്ഷക്കാരായതുകൊണ്ടൊന്നല്ല, അങ്ങനെയല്ല.
വിവേകാനന്ദ സ്വാമികളുടെ ആശയം ഏതൊരു പ്രത്യേക പക്ഷത്തിനുള്ളതല്ല. അവരെന്തുകൊണ്ട് അറ്റൻഡ് ചെയ്തു? അന്ന് ഞാൻ ക്ലാസ് എടുത്തത് സോഷ്യോളജി ഓഫ് റിലീജനാണ്. കാരണം അവർ മനസ്സിലാക്കി ഈ പഠിപ്പിക്കുന്ന ആളുടെ അടുത്ത് ആത്മാർത്ഥത ഉണ്ട്. എന്നെക്കുറിച്ച് തന്നെ ഞാൻ തന്നെ പുകഴ്ത്തി പറയുന്നതല്ല, പക്ഷെ അതാണ് സത്യം. അപ്പോൾ അവർ ക്ലാസ് അറ്റൻഡ് ചെയ്തു. എനിക്ക് ഒരു ക്ലാസ് കൺട്രോളിൻ്റെ ആവശ്യം വന്നിരുന്നില്ല. ഇത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ആയിരുന്നു ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഒരു ക്ലാസ് കൺട്രോളിൻ്റെ ആവശ്യം വന്നിരുന്നില്ല. എല്ലാവരും നല്ലോണം ശ്രദ്ധയോടുകൂടി തന്നെ അറ്റൻഡ് ചെയ്തു. കുറേ വർഷം ഞാനത് പഠിപ്പിച്ചു. അപ്പോൾ ഇവിടെ പ്രശ്നം ക്ലാസ്സിലല്ല, പഠിപ്പിക്കുന്ന അധ്യാപകരിലാണ്. ഞാൻ വിചാരിച്ചു എനിക്ക് തൊട്ട് മുമ്പ് സംസാരിച്ച 2 സ്വാമിമാർ അത് എന്തെങ്കിലും പറയുമെന്ന്. 2 ആൾക്കാരും വലിയ നല്ല ആൾക്കാരായതുകൊണ്ട് അതൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്കത് പറയാതെ വയ്യ. ഇന്ന് നമ്മുടെ രാജ്യം ഒരു കാര്യം മനസ്സിലാക്കണം. സ്വാമി വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. എഡ്യൂക്കേഷൻ എലോൺ ഇസ് ദ പാനഷ്യ ഓഫ് ഓൾ സോഷ്യൽ ഇൽസ്. സമൂഹത്തിലുള്ള എല്ലാ രോഗങ്ങൾക്കും ഒരൊറ്റ പരിഹാരമേ ഉള്ളൂ, വിദ്യാഭ്യാസം. അത്രയേറെ പ്രാധാന്യം കൊടുത്തു സ്വാമി വിവേകാനന്ദൻ വിദ്യാഭ്യാസത്തിന്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നു, ഈ അധ്യാപനത്തിലുള്ള ആൾക്കാർ നന്നായാൽ രാജ്യം നന്നാകും, ലോകം നന്നാവും. അവർ നന്നായില്ലെങ്കിലേ ഒന്നും നന്നാവില്ല. അതുകൊണ്ടാണ് തൈത്രീയ ഉപനിഷത്തിൽ ഈ ഗുരുവിനെ കുറിച്ച് ആചാര്യ ദേവോ ഭവ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അങ്ങനെയാണോ അധ്യാപകർ എന്ന് ചോദിച്ചാൽ എനിക്ക് വളരെ വിഷമമുണ്ട്. രമേശ് ഏട്ടനും ഷെർലി ചേച്ചിക്കൊക്കെ അറിയാം, രഞ്ജിത്തിനും അറിയാം. അപ്പോൾ അവർ ധരിച്ചിരിക്കുന്ന സ്വാമി എപ്പോൾ നോക്കിയാലും അധ്യാപകനെ വിമർശിക്കുന്നു. അങ്ങനെയല്ല, നന്നാവണമല്ലോ. എനിക്ക് വളരെ വിഷമമുണ്ട്. രാജ്യം ഉടനീളം പോയി സഞ്ചരിച്ച് അധ്യാപകരോട് സംവദിക്കുമ്പോൾ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അതേ കാര്യങ്ങളാണ്. ആദ്യം എന്താണ്? അറ്റൻഷൻ സ്പാൻ കുറവായി. എല്ലാവരും കേട്ടിട്ടുള്ളതല്ലേ സ്വാമിജി? എല്ലാവരും കേട്ടിട്ടുള്ളതല്ലേ? അധ്യാപകരടുത്ത് ചോദിച്ചാൽ കുട്ടികളുടെ അറ്റൻഷൻ സ്പാൻ ഇപ്പോൾ കുറവായി എന്ന് എല്ലാവരും പറയുന്നതല്ലേ? എല്ലാവരും പറയുന്ന ഇന്ന് കുട്ടികളുടെ അറ്റൻഷൻ സ്പാൻ കുറവായി. അത് എൻ്റെ അധ്യാപകരും പറഞ്ഞിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊക്കെ വിദ്യാലയത്തിൽ പഠിക്കുമ്പോൾ നമ്മുടെ അധ്യാപകരും പറഞ്ഞതാ. എന്നാൽ അത് സത്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഒരിക്കലുമല്ല. അറ്റൻഷൻ സ്പാൻ കുറവൊന്നായിട്ടില്ല. എങ്ങനെ മനസ്സിലാക്കുന്നു? OTT എന്നുള്ള സംഭവമില്ലേ? പ്രൈം വീഡിയോ, ഹോട്ട്സ്റ്റാർ, ജിയോ അത് വാങ്ങിച്ചു, ജിയോ ഹോട്ട്സ്റ്റാർ, പിന്നെന്താ നെറ്റ്ഫ്ലിക്സ്, അങ്ങനെ കുറേ സാധനങ്ങളില്ലേ, സോണി ലൈവ് എന്നൊക്കെ. ഗോപിക വിചാരിക്കുന്നു ഇതൊക്കെ സ്വാമിജിക്ക് എങ്ങനെ അറിയാമെന്ന്. അപ്പോൾ ഈ സംഭവമൊക്കെ അതിൽ വേറൊരു കാര്യമുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ഇതൊക്കെ എനിക്കറിയാം, പക്ഷെ അധ്യാപകർക്ക് ഇതൊന്നും അറിയുന്നില്ല. നിങ്ങൾ ആരുടെ അടുത്താണോ സംവദിക്കുന്നത്, അവർ ഏത് തരത്തിലുള്ള കണ്ടന്റ് ആണോ നോക്കുന്നത്, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണയുമില്ല. അറിയോ? സോണി ലൈവ് കാണാറുണ്ടോ? ഹോട്ട്സ്റ്റാർ കാണാറുണ്ടോ? ഇല്ല. നെറ്റ്ഫ്ലിക്സ് കാണാറില്ല. പിന്നെ നിങ്ങൾ എങ്ങനെ ഒരു ക്ലാസ് മുറിയിൽ പോയി കുട്ടികളുടെ അടുത്ത് സംവദിക്കും? അവരിന്ന് കാണുന്നത് അതാണ്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നമ്മുടെ കുട്ടികളൊക്കെ ഒരുപാട് ആഗ്രഹിച്ച് കാണുന്ന കണ്ടന്റ്, ആ കണ്ടന്റിൻ്റെ സ്വഭാവം എന്താണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എല്ലാ കുട്ടികളും, ഞാൻ ഹിമാചൽ പ്രദേശിൽ പോയി ചോദിച്ചാലും അതേ ഉത്തരം, തമിഴ്നാട്ടിലും അതേ ഉത്തരം, ഗുജറാത്തിലും അതേ ഉത്തരം, ത്രിപുരയിൽ പോലും എല്ലാവരും അതാണ് കാണുന്നത്. എന്താണെന്നറിയോ? എന്താ ഗോപിക പറയാൻ പറ്റുമോ? സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, അതായത് 10ാം ക്ലാസ്, +1 +2 പഠിക്കുന്ന കുട്ടികൾ ആഗ്രഹിച്ച് കാണുന്ന കണ്ടന്റ് ആർക്കും അറിയില്ല. ത്രില്ലറല്ല, ത്രില്ലർ ഓക്കെ, പക്ഷെ ഏത്? കൊറിയൻ ഡ്രാമ സീരീസ്, കൊറിയ എന്ന് വരുന്ന ഡ്രാമ, അതായത് വെബ് സീരീസ് ആണ് ഇവരൊക്കെ കാണുന്നത്. നമ്മുടെ രാജ്യത്തിൽ അത്ര പോലും കണ്ടന്റ് ഇല്ല. അറിയില്ല? ഗോപിക കാണുന്നില്ല? അതാണ് അവർ കാണുന്നത്. അത് നിങ്ങൾ കാണുന്നുണ്ടോ? എന്താ രഞ്ജിത്ത് കാണുന്നുണ്ടോ? രഞ്ജിത്തിന് അറിയോ കൊറിയൻ ഡ്രാമ എന്തൊക്കെയാണെന്ന്? അതാണ്. അപ്പോൾ അവർ കാണുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സീരീസ് എടുത്താൽ അതിൽ ഒരു എപ്പിസോഡ്, അതിൻ്റെ ദൈർഘ്യം കുറഞ്ഞത് 30 മിനിറ്റ് ആയിരിക്കും. അങ്ങനെ ഒരു സീസൺ എന്ന് പറയും. അതിൽ കുറഞ്ഞത് 10 എപ്പിസോഡായിരിക്കും. അപ്പോൾ എത്രയായി? 10 × 30 300 മിനിറ്റായി. അതിൽ ഇവർ ഒരു രാത്രി കൊണ്ട് 3 സീസണൊക്കെയാണ് കാണുന്നത്. അതായത് 900 മിനിറ്റ്. എന്നിട്ട് അവരുടെ അടുത്ത് ചോദിച്ചാൽ അവർ മണിമണിയായി അതിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു തരും. അവർക്കാണോ അറ്റൻഷൻ സ്പാൻ കുറവ്? ആണോ? ഈ ക്രിക്കറ്റ് മാച്ച് നടക്കുമ്പോൾ ആര് എന്ത് ബോൾ ഇട്ടു, എന്തുകൊണ്ട് ക്യാച്ച് മിസ്സായി, എങ്ങനെ ഇരുന്നാൽ ക്യാച്ച് മിസ്സാവാതെ ഇരുന്നിരിക്കും, എവിടെ തെറ്റായി എന്ന്
അത് മറ്റേ നമ്മുടെ T20 ആയെങ്കിലും 1 ഡേ ആയെങ്കിലും നല്ലോണം ശ്രദ്ധിച്ച് പറയുന്നു. അവർക്കാണോ അറ്റൻഷൻ സ്പാൻ കുറവ്? എനിക്ക് തോന്നുന്നു നമ്മളൊക്കെക്കാളും അവർക്കാണ് കൂടുതൽ അറ്റൻഷൻ സ്പാൻ. ഇവിടെ എന്താ അറിയോ കുറവ്? റീൽസൊക്കെ നിങ്ങൾ കാണാറില്ലേ? കാണാറില്ലേ? കാണുന്നില്ല എന്ന് പറഞ്ഞ ആൾക്കാർക്ക് നുണ പറയുന്നു. ചില ആൾക്കാർ റീൽസ് ഉണ്ടാക്കാറുണ്ടെന്ന്, ചിലപ്പോൾ സൗമ്യ ഉണ്ടാക്കാറായിരിക്കും. അപ്പോൾ ഈ റീൽസ് കാണുമ്പോൾ അതിൻ്റെ ദൈർഘ്യം 15 സെക്കൻഡ് 30 സെക്കൻഡ് എന്നൊക്കെയാണ്. അതിൽ അത്രയും നല്ല കോണ്ടന്റ് കാണുന്ന കുട്ടികളെ 40 മിനിറ്റ് വെച്ച് അവരുടെ കാതിൽ നിന്ന് രക്തം വരുന്ന പോലെ അവരെ ബോറടിക്കുന്നതല്ല നിങ്ങൾ ചെയ്യുന്നത്. ശരിക്കും അവർക്ക് എങ്ങനെ അറ്റൻഷൻ സ്പാൻ ഉണ്ടാവില്ല. ഞാൻ തന്നെ പറയാലോ, എത്രയോ ക്ലാസ് എനിക്ക് ഓഡിറ്റ് എന്ന് പറയും, പോയി കേൾക്കേണ്ട ഒരു നിവൃത്തികേട്. അപ്പം അത് പോയി നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണോ ക്ലാസ് കുട്ടികൾ പഠിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ശരിക്കും അവർക്ക് വലിയൊരു പ്രണാമം പറയാണ്. അവർക്ക് എന്തുമാത്രം ക്ഷമയുണ്ട്. അത്ര ബോറിങ് കണ്ടന്റ് അല്ലേ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്? അതിലെന്താ മാറ്റിയത്? ഒന്നും മാറ്റിയിട്ടില്ല. 10 വർഷം മുമ്പ് എങ്ങനെയാണോ നിങ്ങൾ പഠിപ്പിച്ചത് അതുപോലെ തന്നെ ഇപ്പോഴും പഠിപ്പിക്കുന്നത്. കാരണം B.Ed സിലബസും അത് തന്നെയാണ്. പിന്നെ സ്മാർട്ട് ക്ലാസ് എന്ന് പറഞ്ഞാൽ ആ സ്മാർട്ട് ബ്ലാക്ക് ബോർഡ് അല്ലെങ്കിൽ സ്മാർട്ട് ബോർഡല്ല എല്ലാം ചെയ്യുന്നത്. അതിൽ നിങ്ങളെന്താ ചെയ്യുന്നത് എന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കണം. ഇനിയും ഈ സൈബർ സ്ഫിയർ, ഇൻ്റർനെറ്റിൽ ഇത്രയും വസ്തുതകൾ വന്നിട്ട്, ഇത്രയും ഇൻഫർമേഷൻ ഓവർലോഡ് അല്ലെങ്കിൽ സൂപ്പർ ഹൈവേ എന്നൊക്കെയാണ് പറയുന്നത്. അത് വന്നിട്ടും നമ്മൾ ഇന്നും ഈ ട്രാൻസാക്ട് ചെയ്യണോ? എന്താ രഞ്ജിത്ത്, വേണോ? കവിതകൾ മാറ്റി, പാഠപുസ്തകങ്ങളിൽ നിന്ന് കവിതകൾ മാറ്റി, സാഹിത്യത്തിനെ ആസ്വദിക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു, അതൊക്കെ മാറ്റിയില്ലേ? മലയാള അധ്യാപകനാ മാറ്റിയില്ലേ? മാറ്റില്ലെന്ന് പറഞ്ഞാലും മാറ്റി. അപ്പോൾ അങ്ങനെ ഹിന്ദി, ഇത് കേരളത്തിൽ മാത്രമല്ല കേട്ടോ, രാജ്യമുടനീളം മാറ്റി. അപ്പോൾ എന്തൊക്കെയാണോ സംസ്കാരം കൊടുത്തിരുന്നത് അതൊക്കെ മാറ്റിയെടുത്ത് എന്നിട്ട് ഇത് പഠിപ്പിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ പഠിപ്പിക്കും? അതുകൊണ്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം കുട്ടികളെ, നിങ്ങൾ ക്ലാസ് മുറിയിൽ പോകുമ്പോൾ കുറേ കുട്ടികൾക്ക് നമ്മൾ എന്തോ പഠിപ്പിച്ചു കൊടുക്കുന്നല്ലേ പോകുന്നത്, ആ ധാരണ മാറ്റണം. ക്ലാസ് മുറിയിൽ പോകുമ്പോൾ കുറേ അനന്തമായ സാധ്യത ഉള്ള മനസ്സിൽ നിന്ന് ഞാൻ എന്തൊക്കെയോ പഠിക്കും എന്നുള്ള ധാരണ കൊണ്ട് പോകണം. അതാണ് അവിടെ നടക്കാൻ പോകുന്നത്, അതാണ് നടക്കുന്നത്. അവരെത്രയും പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടും നിങ്ങൾ പഠിക്കുന്നില്ല എന്നുള്ളത് ഒരു സത്യം കൂടിയാണ്. അതായത് നിങ്ങൾ ക്ലാസ് റൂമിൽ പോകുമ്പോൾ ആ 40-50 കുട്ടികൾ എത്രയോ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, നിങ്ങളതൊന്നും പഠിക്കുന്നില്ല. അപ്പോൾ ക്ലാസ് മുറിയിൽ പോകുമ്പോൾ നിങ്ങൾ എന്ത് വിചാരിച്ച് പോകണം? കുട്ടികളെ പറയൂ. എന്താ നിങ്ങളുടെ പേരെന്താ? എന്ത് വിചാരിച്ച് പോകണം? അത്രയും വല്ല അല്ല, അവരടുത്തുനിന്ന് ഞാൻ എന്തൊക്കെ പഠിക്കാൻ പറ്റും എന്നുള്ള സമീപനമായിരിക്കണം. അവരടുത്ത് ഞാൻ എന്തൊക്കെ പഠിക്കാൻ പറ്റും, അങ്ങനെ ഓരോ ദിവസവും ഓരോ പ്രാവശ്യവും നിങ്ങൾ ക്ലാസ് മുറിയിൽ പോകുമ്പോൾ ഇവരാണ് എൻ്റെ അധ്യാപകർ എന്നുള്ള സമീപനത്തിനോട് പോയാൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, നിങ്ങൾക്ക് പഠിപ്പിക്കാനും പറ്റും. ഇപ്പോൾ ഡിഫറൻഷിയേഷൻ എന്ന് പറഞ്ഞ ഇവിടെ ഗണിത അധ്യാപകർ ആരെങ്കിലും ഉണ്ടോ? ഗണിത അധ്യാപകർ ആരുമില്ല അല്ലേ? അപ്പോൾ പിന്നെ അല്ല, ഗണിത അധ്യാപകരുണ്ടായിട്ടും കൈ ഉയർത്തതാണോ? അങ്ങനെ ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ ഗണിത അധ്യാപകൻ? ആരുമില്ല. ശരിയാണ്, ആരും ഗണിത അധ്യാപകർ വന്നിട്ടില്ല. അത് ശരി. അപ്പോൾ ഗണിതത്തിൽ കാൽക്കുലസിൽ ഡിഫറൻഷിയേഷൻ എന്നൊരു സംഭവമുണ്ട്. ശാസ്ത്രത്തിൻ്റെ അധ്യാപകർ ആരെങ്കിലും ഉണ്ടാവില്ലേ? അപ്പോൾ ഡിഫറൻഷിയേഷൻ പഠിച്ചിട്ടില്ലേ? അപ്പോൾ ഈ ഡിഫറൻഷിയേഷൻ എന്താണെന്ന് ചോദിച്ചാൽ സ്കൂൾ തലത്തിലുള്ള ഒരു കുട്ടിക്കും പറയാൻ പറ്റില്ല, കോളേജ് തലത്തിലുള്ള കുട്ടിക്കും പറയാൻ പറ്റില്ല. ഡിഫറൻഷിയേഷൻ എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഫോർമുല ഒക്കെ അങ്ങനെ കാണാപാഠം പറയും, പക്ഷെ അതെന്താ സംഭവം എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. നിങ്ങളുടെ എന്തായിരുന്നു വിഷയം? ഫിസിക്സോ? കെമിസ്ട്രി. ഫിസിക്സ് അധ്യാപകർ ആരെങ്കിലും ഉണ്ടോ? ഫിസിക്സും ഇല്ലേ? എന്താ ശാസ്ത്രം ഗണിതമൊക്കെ ഒഴിവാക്കിയതാ? അല്ല, കൈ ഉയർത്താത്ത. ഫിസിക്സ് ഉണ്ട് ഇവിടെ, എനിക്കറിയാം. ഫിസിക്സ് ആരാ ഉള്ളത്? ആരുമില്ല. ഫിസിക്സിൽ റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, പഠിച്ചിട്ടുണ്ടോ?
റിഫ്രാക്ഷൻ. കുറച്ച് ദിവസം മുമ്പ് ശാസ്ത്രമേള ഉണ്ടായിരുന്നപ്പോൾ ഞാനിപ്പോൾ റിഫ്രാക്ഷൻ എന്നൊക്കെ അവിടെ ലേബിളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതെന്താ സംഭവം എന്ന് ചോദിച്ചാൽ അവന് പറയാൻ പറ്റുന്നില്ല, കാരണം പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. അവൻ ഉടനെ ആ ഇംഗ്ലീഷിൽ കാണാപ്പാടം അതിൻ്റെ ഡെഫിനേഷൻ പറയുന്നു. അതല്ല നമുക്ക് വേണ്ടത്. റിഫ്രാക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്, അത് പഠിക്കണം, അതറിയണം. ഇപ്പോൾ മലയാള അധ്യാപകരൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ വൃത്തം, നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരു വൃത്തം കേട്ടാൽ തന്നെ, അല്ലെങ്കിൽ അത് വായിച്ചാൽ എന്താന്ന് പറയാൻ പറ്റുമോ, ഏത് വൃത്താണെന്ന്? അവിടെ രഞ്ജിത്ത് പറഞ്ഞേ, ഞാൻ പഠിപ്പിച്ചിരുന്ന ഉറപ്പായിട്ട് പറ്റില്ല എന്ന്. അതായത് ഞാൻ പഠിപ്പിച്ച കുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും പറ്റില്ല എന്ന്, അല്ലേ? പഠിപ്പിക്കാൻ പാടില്ല അതിനെ. അതായത് ഒന്നും. അപ്പം നമ്മൾ ഈ റോട്ട് ലേണിങ്ങിൻ്റെ എതിരെ കുറേ പറഞ്ഞു, ഇങ്ങനെ കാണാപ്പാഠം ആക്കാൻ പാടില്ല എന്ന്. നമ്മുടെ രാജ്യത്തിൽ എല്ലാവിടെയും തന്നെ ആദ്യം എന്തായിരുന്നു പദ്ധതി? ഒരു 4-5 വയസ്സാവുമ്പോൾ വിദ്യാലയത്തിലേക്ക് അയക്കും. ആ സമയം എല്ലാ വാക്കുകളും, സംസ്കൃതത്തിൽ അമരകോശ എന്നൊരു ഗ്രന്ഥമുണ്ട്, അത് കാണാപ്പാഠമാക്കും. അതുപോലെ കുറേ മന്ത്രങ്ങൾ കാണാപ്പാഠമാക്കും. അപ്പം ആ പ്രായത്തിൽ തന്നെ അതൊക്കെ ഇങ്ങനെ കാണാപ്പാഠമാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഗണിതത്തിൽ ഈ ടേബിളൊക്കെ അല്ലേ, അതൊക്കെ എല്ലാം കാണാപ്പാഠമാക്കും. ആക്കിയിട്ട് പിന്നെ വരുന്ന തരങ്ങളിൽ, ക്ലാസ്സുകളിൽ അവരതിനെയൊക്കെ വിശദമായി പഠിപ്പിച്ചു കൊടുക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് റോട്ട് ലേണിംഗ് മോശമാണ്. നമ്മളല്ല പറഞ്ഞത്. ഇവിടുന്ന് ഈ കാണാപ്പാഠം ആക്കിയിട്ട് നമ്മൾ ആരിനെയൊക്കെ അയച്ചു പുറമേ രാജ്യങ്ങൾക്ക്, ശ്രീനിവാസൻ രാമാനുജൻ, അങ്ങനെ കുറേ ആൾക്കാരനെ അയച്ചു. അപ്പോൾ അത് കണ്ട് അവർ പേടിച്ചു പറയും ഇത് കാണാപ്പാഠം വേണ്ട, അത് മോശമാണെന്ന്. ഇന്ന് നിങ്ങൾ ന്യൂറോ സയൻസിൻ്റെ പഠനങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, നമുക്ക് ബുദ്ധിയിൽ 2 തലങ്ങളുണ്ട്. ഒന്ന് ഫ്രണ്ടൽ കോർട്ടെക്സ്, വേറെ ഒന്ന് ലിംബിക് ബ്രെയിൻ. ഈ കാണാപ്പാഠമാക്കിയാൽ അത് നമ്മുടെ ലിംബിക് ബ്രെയിനിലേക്ക് പോകുന്നു. അതായത് ഒരിക്കലും മറക്കില്ല ആ പ്രായത്തിൽ. അതുകൊണ്ട് കാണാപ്പാഠമാക്കിയ പാട്ടുകളും, ഭാഷ അധ്യാപകരൊക്കെ പാട്ട്, കവിത അതൊക്കെ കാണാപ്പാഠമാക്കാൻ പറയും. വർണ്ണമാല, അതൊക്കെ അക്ഷരമാല. അപ്പോൾ അതൊക്കെ കാണാപ്പാഠമാക്കി അത് ഒരിക്കലും മറക്കില്ല. അതുകൊണ്ട് ഈ കാണാപ്പാഠമാക്കുന്നത് മോശമല്ല. ഇന്ന് ന്യൂറോ സയൻസ് എന്ന് പറയുന്നു. ഇപ്പോഴും വെളുത്ത തൊഴിൽക്കെട്ടിലുള്ള ആൾ പറഞ്ഞാൽ നമ്മൾ സ്വീകരിക്കല്ലോ, അതാണല്ലോ നമ്മുടെ രീതി, അല്ലേ? ഇവിടുന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഹാർവേഡ്, ഓക്സ്ഫോർഡ് ആണെങ്കിൽ ഉടനെ സ്വീകരിക്കും. അപ്പോൾ വിവേകാനന്ദ സ്വാമികൾ പറയുന്ന കാര്യങ്ങൾ പ്രാവർത്തികം ആക്കാൻ പറ്റോ ഇല്ല എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. ആക്കണം. അതങ്ങനെ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ സ്വാമിജിനെ വായിക്കണം. കാരണം ഒരു വ്യക്തിയിലുള്ള അനന്തമായിരിക്കുന്ന സാധ്യതകളെ ഉണർത്താനുള്ള സാഹിത്യമാണ് വിവേകാനന്ദ സാഹിത്യം. അത് നാം വായിക്കണം. അപ്പോൾ ഇവിടുന്ന് നിങ്ങൾ മടങ്ങി പോകുമ്പോൾ എല്ലാവരും പറയില്ലേ ടേക്ക് ഹോം മെസ്സേജ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എവിടെയൊക്കെയോ തെറ്റ് പറ്റുന്നുണ്ട്. ആ തെറ്റൊക്കെ കുറച്ചും കൂടി ലക്ഷ്യത്തോടുകൂടി, ജാഗ്രതയോടുകൂടി നിരീക്ഷിച്ച് അതിനെ എങ്ങനെ നമുക്ക് തിരുത്താം. ഒരു കുട്ടീനെ കാണുമ്പോൾ ഒരിക്കലും ആ കൊച്ചിനെ IQ കുറവാണ്, 2 ദിവസം മുമ്പ് വരെ പറഞ്ഞു, ഇപ്പോൾ വരുന്ന കുട്ടികളൊക്കെ IQ കുറവാണ്, അതുകൊണ്ട് പഠിപ്പിക്കാൻ പറ്റില്ല എന്ന്. അല്ലെങ്കിൽ ഇത് പിന്നോക്ക പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന കുട്ടിയാണ്, അതുകൊണ്ട് പഠിപ്പിക്കാൻ പറ്റില്ല. ചില ആൾക്കാർ ജാതിയും പറയും. കേരളം പുരോഗമിച്ച ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടും ജാതി പറയും ഇത് ആ ജാതിയിൽ പെട്ട ആൾക്കാരാണ്, അവരെ പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കാതെ ഇതൊരു ഡിവൈൻ പേഴ്സണാലിറ്റിയാണ്, ഒരു ദിവ്യ വ്യക്തിത്വമാണ്. ആ വ്യക്തിത്വത്തിൻ്റെ ആ ദൈവിക തത്വം, ആ സത്ത, അതിനെ ഉണർത്താനുള്ള സാധ്യത ഉണ്ട്. അതെനിക്ക് ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി, വിദ്യാ ദദാതി വിനയം എന്നാണല്ലോ ചൊല്ല്. പക്ഷെ അധ്യാപകരെ കാണുമ്പോൾ ആരും അത് പറയില്ല. വിദ്യാ ദദാതി അവിനയമാണ്. എന്ത് അഹങ്കാരമാണ് ഇത്? സംസ്കൃത അഹങ്കാരമല്ല, മലയാള അഹങ്കാരം തന്നെ. എന്ത് അഹങ്കാരമാണ്? അപ്പോൾ എത്ര കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഞാൻ എത്രയോ സ്ഥലത്ത് കേട്ടിട്ടുണ്ട്, നമുക്ക് അഹങ്കാരം കുറവാകണമെങ്കിൽ ഒരു ഗ്രന്ഥാലയം, ലൈബ്രറിയിൽ പോയി നിന്നാൽ മതി. അതായത് പഴഞ്ചൻ ലൈബ്രറി അല്ല, എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലൈബ്രറി. അവിടെ പോയി നിന്നാൽ മതി. എത്ര പുസ്തകങ്ങൾ, എത്ര വിഷയങ്ങൾ, എത്ര അറിയാനുണ്ട്. അപ്പം എങ്ങനെ നമുക്ക് ഈ അഹങ്കാരം ഉണ്ടാവുന്നു? കാരണം നമ്മൾ കൂപമണ്ടുവരായിരിക്കുന്നത് കൊണ്ട് തന്നെയാണ്, വേറെ ഒന്നുമല്ല. അപ്പോൾ അവിടെ നിന്ന് മാറിപ്പോകണം. ഇപ്പോഴും പ്ലൂട്ടോ പലർക്കും ഗ്രഹമായിരിക്കുന്നു, മനസ്സിലായില്ലേ?
പല ക്ലാസ് മുറിയിലും ഇപ്പോഴും പ്ലൂട്ടോ ഗ്രഹമാണ്. അപ്പം അത് നമ്മുടെ ഒരു അവസ്ഥ നവഗ്രഹമായിരിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയില്ല. പ്ലൂട്ടോ ഗ്രഹമാണോ? അത് പ്ലൂട്ടോനെ അറിയോ? അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നാം പഠിക്കേണ്ടതിരിക്കുന്നു. പ്രത്യേകിച്ച് ശാസ്ത്രത്തിൽ കുറേ കാര്യങ്ങൾ മാറി വരുന്നു. പക്ഷെ ഇപ്പോഴും അബദ്ധങ്ങളാണ് സ്കൂളിൽ പഠിപ്പിക്കുന്നത്. അത് എനിക്കറിയാം, കാരണം ശാസ്ത്രജ്ഞന്മാരോട് കുറേ പഠനം ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാം. അത് മാറണം. നമ്മൾ ആദ്യം ഈ ബി ആൻഡ് മേക്ക് എന്ന് പറഞ്ഞില്ലേ, അതിൽ ഈ BE അതിൽ നാം ശ്രദ്ധിക്കണം. നാം നമ്മുടെ സ്വഭാവം രൂപീകരിച്ചുകൊണ്ടിരിക്കണം. ഭഗവാൻ ശ്രീ രാമകൃഷ്ണദേവൻ പറഞ്ഞു, അത് ഇവിടെ നന്ദാത്മജാനന്ദജി പരാമർശിക്കുകയുണ്ടായി. അത് എന്താണ്? ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം വരെയും ഞാൻ പഠിക്കുമെന്നാണ്. ബംഗാളിയിൽ ജാവത് ബാച്ചി താവത് ശീഖി. ശരിക്കും ന്യൂറോ സയൻസ് അതാണ് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ മരണം വരെ മാറിക്കൊണ്ടിരിക്കുന്ന, വളർന്നുകൊണ്ടിരിക്കുന്ന ഒരൊറ്റ അവയവമേ ഉള്ളൂ. അതാണ് നമ്മുടെ തലച്ചോറ്. അപ്പം ഈ തലച്ചോറ് നമുക്ക് ഉണ്ടെന്ന് ആദ്യം നമുക്ക് മനസ്സിലാക്കണം, അല്ലേ? അത് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാം. അത് വേണം, ഉപയോഗിക്കണം. അപ്പം അങ്ങനെ ഉപയോഗിച്ച് വേണം നാം ക്ലാസ് മുറിയിൽ പോകുമ്പോൾ എന്തായിരിക്കും ഗോപിഷ്, അല്ലേ? എന്താണ് നമ്മൾ നോക്കേണ്ടത്? ഇത്ര 40-50 അധ്യാപകരനെയാണ് ഞാൻ കാണാൻ പോകുന്നത് എന്നുള്ള സമീപനം ഉണ്ടായാൽ തന്നെ നമുക്ക് നല്ല രാജ്യത്തിനെ, നല്ല ലോകത്തിനെ രൂപീകരിക്കാൻ പറ്റും. കാരണം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഏതൊരു മേഖലയിലും ഇല്ലാത്ത ബഹുമാനമാണ് ഒരു അധ്യാപകന് കിട്ടുന്നത്. ഒരിക്കലും ഒരു ഡോക്ടറിനെ കണ്ടാൽ എല്ലാവരും ഡോക്ടറെ എന്ന് വിളിക്കില്ല. ചില ആൾക്കാർ വിളിക്കായിരിക്കും. അഡ്വക്കേറ്റിനെ കണ്ടാൽ ലോയറെ എന്ന് വിളിക്കില്ല, അല്ല ലയറെ എന്ന് വിളിക്കില്ല. പക്ഷേ അതുപോലെ തന്നെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, എഞ്ചിനീയറിനെ ഒരിക്കലും അങ്ങനെ വിളിക്കില്ല. പക്ഷെ ഒരു അധ്യാപകനെ ചിലപ്പോൾ 1 വർഷമേ പഠിപ്പിച്ചിട്ടുണ്ടാവുള്ളൂ, ചിലപ്പോൾ BEd മാത്രമേ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. പക്ഷേ മരിക്കുന്നവരെയും ടീച്ചറെ മാഷേ എന്നേ വിളിക്കുള്ളൂ. അത്രയ്ക്കും ബഹുമാനം നിങ്ങൾക്ക് സമൂഹം തരുന്നുണ്ട്. അത്രയേറെ ബഹുമാനം നിങ്ങൾ അർഹിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം നിങ്ങളെപ്പോഴും നിങ്ങളെ ചോദിക്കണം. അപ്പോൾ ഏതായാലും എനിക്ക് മുമ്പ് നന്ദാത്മജാനന്ദജിയും ബ്രഹ്മപരാനന്ദജിയും പറഞ്ഞ പോലെ അങ്ങനെ വളരെ മധുരമായി സംസാരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ക്ഷമയൊന്നും ചോദിക്കുന്നില്ല കേട്ടോ. അത് അങ്ങനെ തന്നെ വേണം. കാരണം നമ്മുടെ യഥാർത്ഥ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. അപ്പം നിങ്ങൾ ഈ പറഞ്ഞില്ലേ, ഒരാൾ പറഞ്ഞു പുരാണങ്ങളിലുള്ള കഥകളൊക്കെ പറയുന്ന, അങ്ങനെ നിങ്ങൾ പറയോ? പക്ഷെ ഷെർലി ചേച്ചി പറഞ്ഞതാണ് ശരി. നിങ്ങൾ ഈ ജ്ഞാനങ്ങളൊക്കെ വളർത്തിക്കൊണ്ടിരുന്നാൽ അത് നിങ്ങൾ സംസാരിക്കുമ്പോൾ അത് വരും. ഇപ്പം ഞാൻ തന്നെ ന്യൂറോ സയൻസ് ഒരുപാട് പഠിക്കുന്നത് കൊണ്ട് എൻ്റെ എല്ലാ പ്രഭാഷണങ്ങളും കുറച്ച് ന്യൂറോ സയൻസ് വരും. അപ്പോൾ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. വിവേകാനന്ദ സ്വാമികളെ ആഴത്തിൽ വായിക്കണം, മനസ്സിലാക്കാൻ ശ്രമിക്കണം. അപ്പോൾ അത് തന്നെ വന്നോളൂ. ക്ലാസ് മുറിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റെ സ്വാധീനം വരുത്താൻ ശ്രമിക്കണം. അപ്പോൾ അതിൻ്റെ സ്വാധീനം നിങ്ങളുടെ ക്ലാസ് മുറികളിൽ തന്നെ വരും. അത് ചെയ്താൽ വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞില്ലേ, എഡ്യൂക്കേഷൻ അലോൺ ഈസ് ദ പാനഷ്യ ഓഫ് ഓൾ സോഷ്യൽ ഇൽസ്. അപ്പോൾ അത് ഒരൊറ്റ പരിഹാരമേ ഉള്ളൂ. സാമൂഹ്യ പരിഷ്കരണങ്ങൾക്ക് ഒരേ വഴിയേ ഉള്ളൂ. എന്താണ്? വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ വിദ്യ ആഭാസമാകാൻ പാടില്ല, വിദ്യാഭ്യാസമായി തന്നെ ഇരിക്കണം. വിദ്യയുടെ അഭ്യാസം. അപ്പോൾ അങ്ങനെ വിദ്യാഭ്യാസം നമുക്ക് കിട്ടിയാൽ നമ്മുടെ രാജ്യം നന്നാവും. നമുക്ക് ശരിക്കുമുള്ള പൗരന്മാരെ സൃഷ്ടിക്കാൻ പറ്റും, രൂപീകരിക്കാൻ പറ്റും. അതാണ് ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ, ഈ ലോകത്തിൻ്റെ തന്നെ ആവശ്യം. ഈ പരിപാടിയിൽ എന്നെ ക്ഷണിച്ച് സ്വാമി സുന്ദരാൻജി ക്ഷണിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് എൻ്റെ നന്ദി അറിയിക്കട്ടെ. കുറച്ച് വൈകിയെങ്കിലും സംസാരിക്കണമെന്ന് സ്വാമിജി പറഞ്ഞു. അപ്പോൾ അതിന് വളരെയേറെ നന്ദി. പിന്നെ അധ്യാപകരനെ ശകാരിക്കുന്ന എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം കൂടി ആയതുകൊണ്ട് അതിന് വളരെ നന്ദി. ഏതായാലും ഇതിൽ നിന്ന് ഒരാളെങ്കിലും ഈ പറഞ്ഞ ആശയങ്ങളിൽ 1% നിങ്ങൾ പ്രാവർത്തികമാക്കിയാൽ അത് തന്നെ വലിയ ഒരു മാറ്റത്തിന് വഴിയുണ്ടാക്കും. നമസ്കാരം, നന്ദി.